അങ്ങനെ നല്ലൊരു അസ്സൽ കല്യാണം കൂടിയിട്ട് വരികയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ. ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു പടം പോലും ഹിറ്റടിക്കാതെ മൂപ്പര് പോയിട്ടില്ല. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നമ്മളുടെ ഹിറ്റ് മേക്കർ ഈ പടവും ഹിറ്റാവും. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിച്ച് കണ്ട ഒരു പടമാണ്. പൃഥ്വിരാജ് ബേസിൽ ജോസഫും കൂടെ രണ്ടാളും കൂടെ കാട്ടാക്കി നിന്നിട്ട് അങ്ങോട്ട് കസറിക്കൊന്ന് നന്നായിട്ട് ചിരിക്കണ്ടായിരുന്നു. കുറേ ചിരിക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. വിബിന്ദ സിനിമകൾ സാധാരണ ഉള്ള പോലെ എങ്ങനെയാണോ അതേപോലെ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഭയങ്കര രസമുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അളിയൻ സ്നേഹം, അത് ഈ അളിയന്മാരുള്ളവർക്ക് കൂടുതൽ റിലേറ്റ് ആവും, അളിയന്മാരില്ലാത്തവർക്കും ഇത് റിലേറ്റ് ആവും. പിന്നെ കോളേജ് ലൈഫിലെ പരിപാടികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ വർക്കാവുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കല്യാണം, ഒരു കല്യാണത്തിൻ്റെ പിന്നിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു മൂഡ് നമുക്ക് അറിയണമുണ്ട്. ഇപ്പോൾ കല്യാണം എങ്ങനെ നടക്കുന്നൊക്കെ നമുക്ക് അറിയണമുണ്ട്. ഈ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റ് ആവും. ഇതെനിക്ക് ഗംഭീര വർക്കായിട്ടാണ് തോന്നിയത്. അത് പല സാധനങ്ങൾ, ചില കോമ്പോസിഷനൊക്കെ ഉണ്ട്. രണ്ട് ഭാഗത്തെ സാധനങ്ങളൊക്കെ ഒറ്റ ഫ്രെയിമിൽ വരുമ്പോഴുള്ള ആ കോമ്പോസിഷൻ ചെയ്ത പരിപാടിയൊക്കെ എൻ്റെ അമ്മ കലക്കി. പിന്നെ ക്ലൈമാക്സിൽ കൊടുക്കുന്ന കുറച്ച് സാധനങ്ങൾ അത് ഞാൻ പറയില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് സെറ്റ്. എൻ്റെ ഗുരുവായൂർ അമ്പലം കണ്ട് 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 വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പൊതുവിലെ ആൾക്കാരൊക്കെ ഉള്ളത്. ആ ആൾക്കാരുടെ മുന്നിലേക്ക് അതിൻ്റെ സെറ്റ് കൊണ്ടുവരുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ ഇത് നമുക്ക് സെറ്റാണെന്ന് തോന്നുന്നില്ല, ശരിക്ക് ഗുരുവായൂർ അമ്പലം തന്നെ. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും അനശ്വര ആയിക്കോട്ടെ, നിഖില വിമലായിക്കോട്ടെ, എല്ലാവരും കസറി പൊളിച്ചൊരു ഒരു അറമാത് സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെന്തായാലും ഫാമിലിയായിട്ട് പോയി കാണുക, ഫാമിലിയായിട്ട് തന്നെ പോയി കാണണം. അങ്ങനെ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഇത്. പ്രാന്ത് പിടിച്ച മലയാള സിനിമയ്ക്ക് വീണ്ടും പ്രാന്ത് കൂടിക്കൂടി വരിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അടുത്ത ഹിറ്റാണ്. ദീപു ചേട്ടൻ റൈറ്റർ, കലക്കി സാധനം, കലക്കി പറഞ്ഞാൽ നല്ലൊരു എഴുത്തും അതിനനുസരിച്ചുള്ളൊരു ഡയറക്ടറും ആ കഥ പറയാൻ പറ്റിയൊരു ക്യാമറമാനും മ്യൂസിക്കും എല്ലാം കൂടെ വന്നപ്പോൾ നമുക്കൊരു അടിച്ചുപൊളിപ്പടം, ഒരു കല്യാണ സിനിമ, ഒരു കല്യാണം കൂടി വന്ന പോലെയാണ് തിയേറ്ററിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണാം. പൊളി സാധനം.